നമുക്ക് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ഇവിടുത്തെ ഏറ്റവും അപ്പെക്സ് കോർട്ടായ സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തുല്യതയിലൂന്നിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നായിരുന്നു എന്റെയും എന്നെ പോലെയുള്ള മറ്റു പല ആളുകളുടെയും ധാരണ. അങ്ങനെ ഒരു ധാരണപ്പുറത്താണ് നമ്മൾ പ്രകടമായി ഈ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഇല്ലാതിരിക്കുമ്പോഴും പുരോഗമന സർക്കാർ എന്നുള്ള രീതിയിൽ ഇടതുപക്ഷ സർക്കാരിനെ എന്നെ പോലെയുള്ള ആളുകൾ, നിരവധിയായ ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പുരോഗമന ആശയങ്ങളെല്ലാം തന്നെ കൈയൊഴിഞ്ഞുകൊണ്ട് മറ്റ് പാർട്ടികളെ പോലെ തന്നെ സംഘപരിവാറിനെയും കോൺഗ്രസിനെയും ഒക്കെ പോലെ തന്നെ ഒരേ സമാനമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഷിഫ്റ്റ്, പുരോഗമനപരമായ നിലപാട് കൈക്കൊണ്ടിരുന്നവർ എന്ന് അവകാശപ്പെടുന്ന അവർ തന്നെ ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന, ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത് ശ്രീമതി ബിന്ദു അമ്മണി, അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായി തന്നെ താങ്കൾ കാണുന്നുണ്ടോ? ഇത് വളരെ വേദനാജനകമാണ്. ലക്ഷക്കണക്കിനായ ആളുകള് ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്ക് മേലെയുള്ള ഒരടിയാണ്. ഈ മറ്റു പാർട്ടികളിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത തരത്തിലേക്ക് ഈ പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷ സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് വേദനാജനകമാണ്. പുതിയ ആളുകൾ വരട്ടെ, പുതിയ പാർട്ടികൾ വരട്ടെ. ഇങ്ങനെയാണ് ഇത്ര നിലപാടിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സഹോദരൻ അയ്യപ്പനും പി കൃഷ്ണപിള്ളയും തുടങ്ങി നിരവധിയായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന തരത്തിലേക്കാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇവരിലുള്ള പ്രതീക്ഷ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പുതിയ ആളുകൾ വരട്ടെ, നിലവിലുള്ള ആളുകളെ എല്ലാം പോയിട്ട് പുതിയ ആളുകൾ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി. ശരി, വ്യക്തമാണ്. ശ്രീമതി ബിന്ദു അമ്മണിയാണ് പ്രതികരിച്ചത്.